ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതൊക്കെ വരികയാണ് അല്ലേ. അപ്പോൾ അതിലേക്കായിട്ടുള്ള കുറച്ച് ക്ലീനിങ്ങും ഒരുക്കങ്ങളും പിന്നെ ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. വീട് ഒരുക്കുന്ന കാര്യങ്ങളും എല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടനോടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടിരിക്കുക കേട്ടോ. കുറച്ചധികം ഉണ്ട്. നമ്മൾ റമദാനിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ റമദാനിന് മുമ്പ് ചെയ്തതാണെങ്കിലും ഇപ്പോൾ നല്ല പൊടിയല്ലേ, പൊടിയും കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അകത്തൊക്കെ പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരുപാട് അങ്ങനെ ഡീപ്പ് ക്ലീനിങ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നീറ്റാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആദ്യം ഒന്ന് എല്ലായിടത്തും ഒന്ന് മാറാലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടിയെടുക്കാൻ കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ടൊന്നുമില്ല, എന്നാലും നമ്മൾ ഈ ഒരു മാസം ഒന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് മാറാലൊക്കെ ഒന്ന് തട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇതാവുമ്പോൾ എന്തായാലും ചെയ്യൂലേ, ഒന്നുകിൽ തലേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസമൊക്കെ ആയിട്ട് സമയത്തിനനുസരിച്ച് ചെയ്തെടുക്കല്ലേ ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയും കൂടെ തരാൻ വേണ്ടിയിട്ട് ഇന്നലെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ റമദാന് നമുക്ക് 30 തന്നെ കിട്ടട്ടെ, 30 നോമ്പ് തന്നെ കിട്ടട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹം. അപ്പോൾ അതുപോലൊക്കെ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മളെ നോമ്പെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും നോമ്പും ഇബാദത്തുകളും എല്ലാവരും ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ എന്നും കൂടെ ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മാറ്റൊക്കെ ഒന്ന് എടുത്ത് വെച്ച് പ്ലാന്റൊക്കെ ഞാൻ അകത്തുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് നമ്മൾ എല്ലാം കഴിയുന്ന സമയത്ത് തിരിച്ച് എടുത്ത് വെക്കാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് വെള്ളമാക്കി, അപ്പോൾ ആ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. കുറച്ച് സമയം ഒന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എല്ലാം അലക്കാനുള്ളത് ഞാൻ ബെഡ്ഷീറ്റൊക്കെ എല്ലാ റൂമിലെയും ബെഡ്ഷീറ്റൊക്കെ മാറ്റി അലക്കാനിട്ടിട്ടുണ്ട്. പിന്നെ മുകളിലത്തെ ഭാഗം താഴത്തെ ഭാഗമൊക്കെ ആണ് ഇന്ന് ക്ലീനിങ് ഉള്ളത്. പിന്നെ ഈ ഒരു സമയത്ത് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം തന്നെ ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് മേലെയും താഴെയും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ മേലെ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി താഴെയും മൊത്തത്തിലൊന്ന് തട്ടി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞില്ലേ, പൊടി ഏറ്റവും അധികം കാണുക നമ്മൾ സ്റ്റെയർ കേസിൻ്റെ മുകളിലാണ് കേട്ടോ. ആ ഒരു വുഡിൻ്റെ മുകളിലാണ് നന്നായിട്ടുണ്ടാവുക. അതാണെങ്കിൽ തുടക്കാൻ ഇങ്ങനെ ചെറിയ ആ ഒരു കള്ളി ആയതുകൊണ്ട് അതിൻ്റെ ഇടയിലൊക്കെ കൈയിട്ട് ഇങ്ങനെ തുടക്കുകയും വേണം കേട്ടോ. ഞാൻ റമദാനിൻ്റെ മുമ്പ് തുടച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് കേട്ടോ ഒരു മാസം കറക്റ്റ് ഒരു മാസം ആകുമ്പോൾ ഒന്ന് അതിലൂടെ ഒന്ന് തുണി ഒന്ന് ഇരുന്നിങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഒന്നിങ്ങനെ തുണി ഓടിച്ച് പോയാൽ മതി, എന്നാൽ പിന്നെ നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നോളും. അങ്ങനെ നീറ്റായിട്ട് കാണുമ്പോൾ നല്ല രസമല്ലേ. പിന്നെ വുഡായതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ നല്ല വെയിലല്ലേ, അതുകൊണ്ട് നനഞ്ഞ ക്ലോത്ത് എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ്, വെള്ളം ഉണ്ടാവില്ല എന്നാലും നന്നായിട്ട് പിഴിഞ്ഞ ക്ലോത്ത് എടുത്തിട്ട് ഇങ്ങനെ ക്ലോത്ത് കൊണ്ട് തുടക്കുകയാണ് കേട്ടോ ചെയ്യുക. നല്ല വെയിലായതുകൊണ്ട് നമ്മൾ മഴക്കാലത്തും അങ്ങനെ തണുപ്പുള്ള സമയത്തൊക്കെ ചെയ്യുന്ന സമയത്താണ് വുഡിൽ എപ്പോഴെപ്പോഴൊന്നും അങ്ങനെ ചെയ്യരുത്. ഒരു ഉണങ്ങിയ എന്തെങ്കിലും ക്ലോത്ത് എടുത്തിട്ട് ജസ്റ്റ് തുടച്ച് പോയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വുഡിന് ഈർപ്പം നിന്ന് കംപ്ലൈൻറ്റ് വരാൻ, നാശമായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ സെറ്റി ഒക്കെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. കുഷ്യൻ കവറൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് വേറെ കവറൊക്കെ ഇടണം, അത് അലക്കാൻ വേണ്ടിയിട്ട് എടുക്കണം. പിന്നെ സെറ്റിയിലും ഇതുപോലെ തന്നെ എപ്പോഴും പൊടി ഉണ്ടാവും കേട്ടോ. നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമൊന്നുമല്ലല്ലോ ഇത്, എന്നാലും ഇടയ്ക്കൊക്കെ ചെയ്യലുണ്ട്. കാരണം ആരെങ്കിലും വന്ന് വേഗം ഇരിക്കുന്ന ഒരു നമ്മളെ സ്വീകരണ മുറി എന്ന് പറഞ്ഞൊരു ഏരിയ അല്ലേ ഇത്. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ചെയ്യലുണ്ട്, എന്നാലും ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ആ ഒരു ഇടയിലും ഇത് കുറച്ച് പഴയ സിറ്റി അല്ലേ, അപ്പോൾ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതൊന്നും ഇപ്പോഴത്തെ ഒന്നും ഇങ്ങനെ ഇങ്ങനെ ഹെവി അല്ല. എന്താ പറയുക, ഹെവി മീൻസ് ഞാൻ പറഞ്ഞത് ഇത്രയും തുടക്കാനുള്ള ഏരിയകളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഫുൾ കവർ ചെയ്തിട്ടല്ലേ വരുന്നത്, ഭയങ്കര ഒന്നുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ആ ഒരു മരത്തിൻ്റെ ആ വർക്കിൻ്റെ ഇടയിലൊക്കെ പൊടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അതൊക്കെ പെട്ടെന്ന് കാണുകയും ചെയ്യും വുഡിലാവുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് പൊടി തട്ടി ക്ലീൻ ആക്കട്ടെ കേട്ടോ. അതിങ്ങനെ നമ്മൾ ബ്രഷോ കാര്യങ്ങളോ എടുത്തിട്ട് തട്ടുന്നതിനേക്കാളും എനിക്ക് ചുമയും അലർജി പ്രശ്നം ഉള്ളത് കൊണ്ട് ഞാൻ തട്ടുന്നതിനേക്കാളും ഇങ്ങനെ ക്ലോത്ത് എടുത്തിട്ട് തുടക്കുകയാണെങ്കിൽ അത്ര പ്രശ്നം വരില്ല കേട്ടോ. ആ പൊടി പാറിയിട്ടുള്ള ആ ഒരു പ്രശ്നം വരില്ല.
ഞാൻ ഇന്ന് തന്നെയാണ് കേട്ടോ, അതായത് പെരുന്നാളിൻ്റെ മുമ്പ്, അന്നത്തെ ദിവസമല്ല തലേ ദിവസം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, ബെഡ്ഷീറ്റ് മാറ്റുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം ശരിക്കും നമുക്ക് ഇതിൻ്റെ അന്ന് രാവിലെ ബെഡ്ഷീറ്റ് മാറ്റിയാൽ മതി ആളുകളൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ എനിക്ക് എല്ലാ കുക്കിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം. നമുക്ക് ആരെങ്കിലും പെട്ടെന്ന് തന്നെ നിസ്കാരം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആളുകൾ വീട്ടിലേക്ക് വരുമല്ലോ, അപ്പോൾ ആണുങ്ങളൊക്കെ വരുമല്ലോ, അപ്പോൾ അവരെ സ്വീകരിക്കണം. എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരാൾ തന്നെ എല്ലാം ഡീൽ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ഇതുപോലെ എല്ലാം ബെഡ്ഷീറ്റ് വിരിക്കലും എല്ലാം റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ അന്നത്തെ ദിവസം എനിക്ക് അകത്തേക്ക് എന്താ പറയുക, ജസ്റ്റ് ഒന്നിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒക്കെ ഒന്ന് സെറ്റായി അയക്കുന്നോ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക എന്നല്ലാതെ വല്ലാത്ത ഇങ്ങനെ എടുത്തു വെക്കാനും മടക്കി വെക്കാനും അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഞാൻ ആക്കലില്ല കേട്ടോ. കാരണം എനിക്ക് പറ്റൂല അന്നത്തെ ദിവസം. കാരണം കുക്കിംഗ് മാത്രമേ അന്നത്തെ ദിവസം എനിക്ക് നടക്കുകയുള്ളൂ. എന്നാലും നല്ല റിലാക്സ് ആയിട്ട് എനിക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം ആണെങ്കിലും എത്ര സമയം എടുത്തിട്ടാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുക എപ്പോഴും. ഇതിപ്പോൾ വീഡിയോ ഇപ്പോൾ യൂട്യൂബൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ കാണിക്കുന്നതെന്ന് മാത്രം, അല്ലെങ്കിലേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എൻ്റെ ഇപ്പോൾ വീട്ടിൽ വരുന്നവർക്കും എന്നെ അറിയുന്നവർക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഇപ്പോൾ ഇടയായിട്ട് നമുക്ക് കുറേ കമൻറ്റ് വരുന്നുണ്ട്. കമൻറ്റും ഇൻസ്റ്റഗ്രാമിലൊക്കെ എനിക്ക് വാട്സപ്പ് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ലൈഫിൽ കുറേ അധികം പ്രശ്നങ്ങളും കാര്യങ്ങളും ദുആ ചെയ്യണം ജംഷി, അങ്ങനത്തെ ദുആ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, ദുആ ചെയ്യുന്നുണ്ട്. അതൊരു കാര്യം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ പ്രാർത്ഥിക്കണം, നിങ്ങളും പ്രാർത്ഥിക്കണം നമ്മളെ കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എല്ലാവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടും. പക്ഷേ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ, വിഷമങ്ങൾ, അസുഖങ്ങൾ വരുന്ന സമയം, അസുഖമൊക്കെ വന്നിട്ടുള്ളവരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതിൽ തന്നെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതിൽ ഞാൻ കമൻറ്റിൽ കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിൽ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനത് മുന്നേ പറഞ്ഞിട്ടുള്ളതുമാണ്. എന്താ പറയുക, ഡിപ്രഷനിലേക്ക് പോകുന്നു ജംഷി, ഒന്ന് കമൻറ്റിന് റിപ്ലൈ താ, അത് ഇൻസ്റ്റഗ്രാമിലാട്ടാ, മറുപടി താ, അല്ലെങ്കിൽ വീഡിയോയിലെങ്കിലും ഒന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്ത് പ്രയാസങ്ങൾ, എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് പോകാൻ പാടില്ല കേട്ടോ. ഇപ്പം ഞാൻ എന്നോടും കൂടെ പറയുന്ന കാര്യം, നമ്മളെ മനസ്സിനോടും കൂടെ ഞാൻ പറയുന്ന കാര്യമാണ് കേട്ടോ. അങ്ങനെ പറയണം നമ്മൾ. കാര്യം നമ്മൾ ലൈഫിൽ പല പ്രശ്നങ്ങളും നമുക്കുണ്ടാവും. നമ്മളെ പാർട്ട്ണറുടെ അടുത്തുണ്ടാവും, നമ്മളെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തുണ്ടാവും, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളുടെ അടുത്തുണ്ടാവും, രോഗമായിട്ടോ എന്തെങ്കിലും. അതൊന്നും നമുക്ക് ഇല്ലാണ്ടിരിക്കട്ടെ, പക്ഷേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ അങ്ങനെയൊക്കെ നമുക്ക് ലൈഫിൽ വരാതിരിക്കട്ടെ. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ തളർന്നു പോകാത്തൊരു മനസ്സാണ് നമ്മൾ ആദ്യം കൊണ്ടു നടക്കേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് രോഗം വരില്ല അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഉറ്റവർക്ക് രോഗം വന്നാലും നമുക്ക് അത് മതി, നമുക്ക് ലൈഫ് ലോങ് അല്ലേ വിഷമിക്കാൻ. പക്ഷെ അങ്ങനെയല്ല, എന്നാലും അതൊക്കെ ഉണ്ടാവും. അതൊക്കെയാണ് ലൈഫ് എന്ന് പറയുന്നത്. നമ്മളെ ജീവിതം എന്ന് പറയുന്നത് വിഷമങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം നിറഞ്ഞിട്ടുള്ളതല്ലേ. ഒരാൾക്ക് സന്തോഷം മാത്രം കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ പഠിച്ചോനെ അതിനുകൊണ്ട് എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അങ്ങനെയല്ല, നമുക്ക് സന്തോഷവും സങ്കടവും എല്ലാം നിറഞ്ഞ ഒരു ലൈഫിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് കേട്ടോ. അവിടെയാണ് നമുക്ക് നാളെ അള്ളാഹു നമുക്കതിന് പ്രതിഫലം നൽകുന്നത്. അതിവിടെ തരണം ചെയ്ത് അത് ഡീൽ ചെയ്ത് മുന്നോട്ട് പോകുന്നതിലൂടെ തന്നെയാണ്. ഞാൻ ഇത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, ഞാൻ എന്നോടും കൂടെ പറയുന്ന കാര്യമാണ് ഇതൊക്കെ കേട്ടോ. എൻ്റെ മൈൻഡിനും കൂടെ ഞാൻ ഉറപ്പ് വരുന്ന കാര്യമാണ് കേട്ടോ. കാര്യം നമുക്കൊരു സങ്കടം വന്നാലും, ഒരു പ്രശ്നം വന്നാലും, ഒരു അസുഖം വന്നാലും വിഷമിക്കും നമ്മൾ. എന്തായാലും നമുക്ക് തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ മൈൻഡിനെ നമ്മൾ അങ്ങനെ സെറ്റാക്കിയിട്ട് വേണം കേട്ടോ വെക്കാൻ. എന്തുണ്ടെങ്കിലും, ഒരു കുന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു കുഴിയുണ്ടെങ്കിൽ ഒരു കുന്നുണ്ട് എന്നല്ലേ പറയുക. അതുപോലെ തന്നെ കേട്ടോ, ഒരു സങ്കടം ഉണ്ടെങ്കിൽ ഒരു സന്തോഷമുണ്ട് അതിൻ്റെ അപ്പുറത്ത്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ഞാൻ മാത്രം എന്താ ഇങ്ങനെ, അങ്ങനെയല്ല. എല്ലാവർക്കും പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ അതവർ ഡീൽ ചെയ്യുന്നതിലാണ് കേട്ടോ വ്യത്യാസം. അവർ എത്ര പ്രയാസമുള്ളവരാണെങ്കിലും ചിരിച്ച് കളിച്ച് വർത്താനം പറയുന്നതായിട്ട്, അങ്ങനെ അതൊന്നും ഇല്ലാത്ത രീതിയിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് അവർക്ക് അതിനെ ഡീൽ ചെയ്യാൻ അറിയാം. അല്ലാണ്ട് അവർക്ക് സങ്കടം ഇല്ലായിട്ടോ വിഷമമില്ലായിട്ടോ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് എത്ര വിഷമം ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മളത് എന്താ പറയുക, ആരോടും പറയേണ്ടെന്നല്ല, നമ്മൾ വിഷമിച്ചിട്ടോ ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനിലേക്ക് പോയിട്ടോ ഒന്നും കാര്യമില്ല കേട്ടോ. അങ്ങനെയൊന്നും ആവരുത്. നമ്മളെ മൈൻഡിനെ നമ്മൾ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് വെക്കുക കേട്ടോ. ലൈഫാകുമ്പോൾ പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ ആളോടും കൂടെ ഞാൻ പറയുകയാണ്, അങ്ങനെയൊന്നും വിഷമിക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല. വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ
എല്ലാവർക്കും പ്രശ്നം പ്രയാസങ്ങളൊക്കെ ഉള്ളതല്ലേ, എല്ലാം പഠിച്ചവന് മാറ്റിത്തരും. എല്ലാം അറിയുന്നവനായിട്ടുള്ള അള്ളാഹു എല്ലാം എല്ലാവർക്കും മാറ്റിത്തരട്ടെ, എല്ലാവരും സന്തോഷത്തിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ചെറിയ എന്ത് വലിയ വിഷമത്തിലായാലും നമ്മൾ ചെറിയ സന്തോഷം നമ്മൾ കണ്ടെത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ മീൻസ് ചിലപ്പോൾ നമ്മളെ കുട്ടികളെ കൂടെ ഇരിക്കുന്നതായിരിക്കും, ചിലപ്പോൾ നമുക്കൊന്ന് പുറത്തു പോകുന്നതായിരിക്കും, ചിലപ്പോൾ നമ്മളെ കൂടപ്പുറപ്പുകളെ കാണുന്നതായിരിക്കും, അവരുടെ കൂടെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്നുകിൽ അവരെ വിളിച്ച് നമ്മളെ കൂടെ ഇരുന്ന് സംസാരിക്കുക, വെറുതെ ഫ്രീ ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് നിൽക്കാം, നമ്മൾ അവരുടെ വീട്ടിലേക്ക് നമുക്ക് നിൽക്കാൻ പോകാം. അങ്ങനെ ഒക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെങ്കിൽ കൂടി നമ്മൾ ആ ഒരു ഹാപ്പിനെസ് ചെറുതായിട്ടുള്ള, നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ലെങ്കിലും ചെറിയൊരു ഹാപ്പിനെസ്സൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ എന്താ പറയുക, സംസാരിച്ച് തീർക്കേണ്ടത് നമ്മൾ മാന്യമായിട്ട് സംസാരിച്ച് തീർക്കുകയും ചെയ്യുക. അങ്ങനെ ചെറിയ സംസാരത്തിലൂടെ തീരേണ്ട പ്രശ്നമായിരിക്കും നമ്മൾ ഫാമിലിയിലൊക്കെ വലിയ പ്രശ്നമാക്കി കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അതൊക്കെ ആ രീതിയിൽ തീർത്തിട്ട് നമ്മൾ ലൈഫിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെ ഇരിക്കാൻ പറ്റട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതാ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിക്കാനുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് മുറ്റത്ത് അങ്ങനത്തെ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല, പോർച്ച് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ പോർച്ച് കഴുകിയത് നിങ്ങൾ കണ്ടു. പിന്നെ ചെടിയൊക്കെ നമ്മൾ റമദാനിൻ്റെ മുമ്പ് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിങ്ങനെ വെള്ളമൊഴിച്ച് പോരുന്നുണ്ട്. അത്രയുള്ളൂ കേട്ടോ, വലിയ പ്രശ്നങ്ങളൊന്നും മുറ്റത്തില്ല. ഇനിയിപ്പോൾ ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ബെഡ്ഷീറ്റെല്ലാം മാറ്റി ഒന്ന് ചേഞ്ച് ആക്കി ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് സെറ്റാക്കി വെക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പ്ലാന്റ് ഇല്ലേ, ഞാൻ കിച്ചണിൽ വെച്ചിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു, നിങ്ങൾക്ക് കാണാതെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിൽ ഒരു ബോട്ടിൽ, ഒരു ലോക്കൽ ബോട്ടിൽ ഞാൻ വെറുതെ അത് ഇട്ട് വെച്ചാണ്. പക്ഷെ നന്നായിട്ട് അത് വന്നു കേട്ടോ, വെള്ളത്തിലാണേ. അതിൻ്റെ 2 പീസ് ഇട്ട് വെച്ചത് അത് നന്നായിട്ട് വന്നു. അപ്പോൾ അത് അത്യാവശ്യം ഇരിക്കും കേട്ടോ, വീടിനുള്ളിൽ ഇൻഡോറായിട്ട് അത്യാവശ്യം ഇരിക്കുന്ന ഒരു പ്ലാന്റും കൂടാണ്. നല്ലതുമാണ് കേട്ടോ, ഒരു പ്ലാന്റ് നമ്മൾ ശ്വസിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. ഞാൻ ബെഡ്റൂമിൽ തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ഒരു ബെഡ്റൂം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമും വിരിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഇതിനിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിനും കൂടെ പോകാനുണ്ട്, എനിക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനും കൂടെ പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വേഗം ഇതൊക്കെ വീട് സെറ്റാക്കലും കാര്യങ്ങളൊക്കെ തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ അടുത്ത റൂം ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാകും, വിചാരിക്കുന്നുണ്ടാകും എല്ലാം വൈറ്റ് ബെഡ്ഷീറ്റാണ്. എനിക്ക് ഈ വൈറ്റിൽ പ്രിൻ്റുള്ള അല്ലെങ്കിൽ പ്ലെയിൻ വൈറ്റ്, അങ്ങനത്തെ വൈറ്റിനോട് ചേർന്ന് വരുന്ന അതാണ് കേട്ടോ ഒരു സമാധാനം കിട്ടുക. നമ്മൾ ബെഡ്റൂമിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഈ കളർഫുള്ളൊക്കെ കാണുമ്പോൾ, ലൈൻസ് കളർഫുള്ളൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നല്ല കാമായിട്ട് നല്ലൊരു ഫീലാണ് എനിക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്യൽ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സിന്ദൂറിന് വാങ്ങിച്ചിട്ടുണ്ടായില്ലേ നമ്മളെ കുഷൻ കവർ, അത് ഇതാണ് കേട്ടോ, നല്ല പ്യുവർ കോട്ടനാണ്. ഇപ്പോൾ ഈ ഒരു സെറ്റാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിന് ഒരെണ്ണത്തിനാട്ടോ റേറ്റ് വരുന്നത്. ഞാൻ 5 പീസാണ് വാങ്ങുന്നത്, ഒരെണ്ണത്തിന് 129 രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിന് വരുന്നത്. ഇത് അവിടെ ഒരുപാട് അവൈലബിൾ ആണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഒരു ഓഫ് വൈറ്റ്, പ്യുവർ വൈറ്റ് അല്ല, നിങ്ങൾക്ക് കാണാം ഓഫ് വൈറ്റ് ആ ഒരു രീതിയിലാട്ടോ വരുന്നത്. ഇത് കുഷൻ സൈസ് വരുന്നത് 16x16 കേട്ടോ എൻ്റെ കുഷൻ സൈസ്. അപ്പോൾ അതിന് കണക്കാക്കി നമ്മൾ കുഷൻ സൈസിനനുസരിച്ചിട്ടാണ് നിങ്ങളത് വാങ്ങേണ്ടത്. ഞാനിപ്പോൾ സിന്ദൂറിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസിങ്ങൊക്കെ എല്ലായിടത്തും ഇത് കിട്ടും കേട്ടോ, കുഷൻ കവറും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മളെ കുഷൻ്റെ അളവാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. കുഷനും വാങ്ങാൻ കിട്ടും കേട്ടോ ഓൺലൈനായിട്ട്. പിന്നെ ടേബിൾ മാറ്റായിട്ട് ഞാൻ ഇപ്രാവശ്യം ഇതാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. നമ്മൾ ടേബിളിലേക്ക് ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു കളറും കൂടിയാണ്, ഒരു കോഫി ആ ഒരു കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് ഒരു സെറ്റിന് വരുന്നത്, ഒരു സെറ്റിൽ 5 പീസേ ഉള്ളൂ കേട്ടോ. ഒരു സെറ്റിന് 460 അങ്ങനെ എന്തോ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് 8 ചെയറാണുള്ളത്, അപ്പോൾ 8 എണ്ണം വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രണ്ട് സെറ്റ് വാങ്ങേണ്ടി വന്നു കേട്ടോ. പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിച്ചു, എന്തായാലും ഇത് നിർബന്ധമാണ്. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് കിച്ചണിലെ ടേബിളിലോ അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ സെൻറ്ററിൽ നമ്മൾ ഫുഡൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് വെച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ 2 സെറ്റാണ് കേട്ടോ വാങ്ങിയത്. ഇനിയിപ്പോൾ നമ്മളെ കുഷൻ കവേഴ്സൊക്കെ ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ നമ്മളെ താഴെയുള്ള മാറ്റ് അതൊക്കെ വിരിക്കൽ, അങ്ങനത്തെ പണികളാണ് കേട്ടോ. എനിക്ക് ആദ്യത്തെ ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരുക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, സമയമുണ്ടെങ്കിൽ ഒരുക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളെ കയ്യിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആക്കിയിട്ടൊക്കെ ഒരുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു പാർട്ട് ഞാൻ ഇഷ്ടത്തോട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ.
പിന്നെ കുഷ്യൻ കവേഴ്സ് വാങ്ങുമ്പോൾ എനിക്കിഷ്ടം ഈ ബാക്കിൽ സിബില്ലാത്തതാണ് കേട്ടോ. അതാകുമ്പം കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിന് സിബ് വരുന്നുണ്ട് ശരിക്കും. സിബില്ലാത്തതാകുമ്പോൾ കുറച്ചുകൂടെ ഉള്ളിലേക്ക് അത് ഇടാനും കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, അതാണ് നല്ലത്, എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ. അത് നമ്മൾ സിബില്ലെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പുറത്ത് ഇങ്ങനെ കാണാത്ത രീതിയിൽ നിൽക്കും കേട്ടോ. സിബാകുമ്പോൾ നമ്മൾ സിബ് ഇടണം. ഞാനിപ്പോൾ കുഷ്യൻ കവേഴ്സിന് സിബ് ഇട്ട് കൊടുത്തിട്ടില്ല. കാര്യം നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇടുന്ന സമയത്ത് അതിങ്ങനെ വൈഡായിട്ട് ഇങ്ങനെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ റഫീഖയും കൂടെ വന്നിട്ട് രണ്ടാളും കൂടെ ഇങ്ങനെ ഒരാളിങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഫസ്റ്റിൽ. ഇല്ലെങ്കിൽ പിന്നെ അത് സോഫ്റ്റ് ആയിട്ട് വരും. ഫസ്റ്റിൽ ഇടുമ്പോൾ അതിങ്ങനെ ഭയങ്കര ബൾക്കി ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ സിബ് വേഗം കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഓരോരോ ഭാഗത്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് എന്താണെന്നറിയില്ല, ഇതിന് എപ്പോഴും നോക്കിയാലും ഇത് തന്നെയാണ് കേട്ടോ ഇവിടെ വരിക. കഴിഞ്ഞ ഇതിനും അതിൻ്റെ മുന്നത്തോ ഇതിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഇവിടെ തന്നെയാണ് കേട്ടോ ഇത് മാച്ചായിട്ട് എനിക്ക് തോന്നൽ. എന്തോ അത്ര ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എന്തോ ഇവിടെ ഒരു സ്യൂട്ടായിട്ട് എനിക്ക് തോന്നും. അപ്പോൾ ഇതന്നെയാണ് കേട്ടോ ഞാനിതിവിടെ കൊണ്ടുവെക്കുക. ബാക്കിയുള്ള സമയത്തൊക്കെ പലതും വെക്കുകയാണെങ്കിലും ഇതിന് എന്തോ കറങ്ങി തിരിഞ്ഞ് ഇതന്നെയാണ് ഇവിടെ കൊണ്ടുവെക്കൽ. ഇനി നമ്മളെ ടേബിളും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യുക. ടേബിൾ അറേഞ്ച് ചെയ്യാനൊന്നുമില്ല, കാര്യം നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അല്ലേ റമദാനിൻ്റെ ആ ഒരു സമയത്ത്. ഇനിയിപ്പോൾ ആ ടേബിൾ മാറ്റ് ഒന്ന് കൊണ്ടുവെക്കുക, അതേ ഉള്ളൂ. പിന്നെ ഇനി ചെറിയ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈദ് വ്ളോഗിൽ കാണാം കേട്ടോ. അതുപോലെ ഞാനിപ്പം ഇടക്ക് മൈലാഞ്ചി ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നഖത്തിൽ നിങ്ങൾക്ക് കാണാം ചെറിയൊരു കളറൊക്കെ ആയിട്ടുണ്ട്. കാര്യം ഞാൻ കുറേ മുന്നേ മൈലാഞ്ചി ഇട്ടിട്ട് നഖത്തിൻ്റെ ആ ഒരു എൻഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു മൈലാഞ്ചിൻ്റെ കളറ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എനിക്ക് കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല സമയം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് 3 തവണ ഞാൻ നല്ല കട്ടിക്ക് 3 തവണ ഇട്ടിട്ട് ഉണങ്ങിയിട്ട് ഊരുമ്പോഴത്തേക്കും എൻ്റെ നല്ല കറക്റ്റ് ആ റെഡ് കളറിലേക്ക് വരും. ഇതിപ്പം കുറച്ച് ലോങ് ആയല്ലോ ഇട്ടിട്ട്, അതുകൊണ്ട് തന്നെ വൈറ്റ് കളർ വന്നതുകൊണ്ട് എന്തോ ആ ഓറഞ്ച് ഷെയ്ഡിൽ നിന്ന് മാറുന്നേയില്ല, ഡാർക്കിലേക്ക് എത്തുന്നേ ഇല്ല കേട്ടോ. ഇനിയും ഇടണം. അപ്പോൾ ഇനിയിപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇന്ന് മുതലൊക്കെ 1-2 ദിവസം കൂടെ എപ്പോഴും നമുക്കിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഇട്ടിരിക്കാനുള്ള സമയം കിട്ടൂല കേട്ടോ, ആ ഒരു ഗ്യാപ്പ് കിട്ടൂല. അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരു തവണ ഇടുക, അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അങ്ങനെ 1-2 തവണയും കൂടെ ഇനി ഇടുമ്പോഴത്തേക്കും റെഡി ആയിക്കോളും. എനിക്കാണെങ്കിൽ ഇത് ആ ഒരു റെഡ് കളർ വന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അതിങ്ങനെ കറക്റ്റ് ഞാൻ വിചാരിച്ച ആ രീതിയിലേക്ക് വരണം. അത് പണ്ട് മുതലേ അങ്ങനെ കേട്ടോ. ഞങ്ങൾ ചെറുപ്പത്തിൽ ഈദിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ മൈലാഞ്ചി ഇടാൻ അറിയില്ലല്ലോ. അപ്പം മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് വലിയ തത്തമാരൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ പോയിരിക്കും. അപ്പോൾ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള പണികളും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ. ഇപ്പോഴാണ് കേട്ടോ അതൊക്കെ അറിയുന്നത്. നമ്മളിങ്ങനെ കുറേ നേരം പോയിരിക്കുക ഇരുന്നിട്ട്, അപ്പോൾ ഒരു തമാശക്ക് പറയും ഇല്ല എന്ന് മൈലാഞ്ചി ഇടുന്നില്ല, തരുന്നില്ല എന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ അതൊക്കെ സീരിയസ് ആയിട്ട് അങ്ങ് എടുത്തിട്ട് കരയും. എനിക്കിപ്പോഴും ആ കരഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്. എനിക്ക് ഇട്ട് തന്ന ആളിത് കാണുന്നുണ്ടാവും, ഇട്ട് തരുന്ന ആളുകൾ. അപ്പോൾ അവർക്കും ശരിക്കും അത് ഓർമ്മ ഉണ്ടാവും കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ ഭയങ്കര ഇതൊന്നും എന്താ പറയുക സൈലൻ്റൊന്നും ആയിരുന്നില്ല ചെറുതിൽ. കുറച്ച് അത്യാവശ്യം കുറുമ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളെന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു
ഇത് എല്ലാത്തിലും കാണിക്കുമല്ലോ. അപ്പം മൈലാഞ്ചി ഇട്ട് തരുന്നില്ല, അവരിടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇരുന്നങ്ങ് കരഞ്ഞു. എന്നിട്ട് ഫസ്റ്റിൽ എനിക്ക് തന്നെ ഇട്ട് തന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോഴും ഓർമ്മ ഉണ്ട് കേട്ടോ, നല്ല നല്ല ഓർമ്മകളായിട്ട്. അതെന്ന് പറയുമ്പോൾ ട്യൂബും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, ഈ അരച്ച മൈലാഞ്ചി പിന്നെ അതുകൊണ്ട് ഡിസൈൻ ചെയ്തിട്ട് കയ്യിൽ ഇട്ട് തരിക ചെയ്യുക. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത്രയും രസമായിരിക്കും. അപ്പോൾ അതൊക്കെ ശരിക്കും നമുക്കിങ്ങനെ പണ്ടത്തെ നമ്മളെ ചെറുപ്പം ആലോചിക്കുമ്പോൾ അതൊക്കെ മിസ് ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ. പറഞ്ഞു വന്നത്, അന്നേ മൈലാഞ്ചി ഇട്ടിട്ടില്ല, പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേക്ക് അതൊന്നും ഒരുക്കിയിട്ടില്ലെങ്കിൽ എന്നാൽ മൈലാഞ്ചി ഇട്ടൊന്ന് റെഡി ആവണം, ഇടണം, അങ്ങനത്തെ എല്ലാം വേഗം അത് ചെറുതിലേ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ പ്ലാൻ ഞാനിപ്പോൾ ഓർക്കുമ്പോൾ ശരിക്കും എനിക്ക് മനസ്സിലാവും. അവർ ഇട്ടിട്ടില്ലെങ്കിൽ ഒരു വിഷമം, അതൊക്കെ ചെറുത് പറയില്ല, ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഒന്നും നേരില്ല എന്നൊക്കെ വിചാരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ വിചാരിക്കാനേ പറ്റില്ല കേട്ടോ. അതെന്തോ ഞാൻ ഏതെങ്കിലും ഒരു സമയം എടുത്ത് ഞാനത് ചെയ്തിരിക്കും, എത്ര തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും കൂടിയിട്ട്. അപ്പോൾ അതൊരു ശീലം, അതാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ മെഷീനിലിട്ട ക്ലോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ആറിയിടട്ടെ കേട്ടോ. ഇതൊക്കെ ഇന്ന് ഉണങ്ങിക്കിട്ടേണ്ട കാര്യമൊന്നുമല്ല, എന്നാലും ഒന്ന് ആറിയിടുന്നതെന്ന് മാത്രം കേട്ടോ. അപ്പം ഞാൻ ടൈം ഉണ്ടെങ്കിൽ അന്ന് തന്നെ അലക്കി ആറിടും. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അടുത്ത ദിവസമൊക്കെ അങ്ങനെ അലക്കോട്ടെ. ഇനിയിപ്പോൾ ഇത് ആണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ അലക്കാനൊന്നും മാറ്റി വെക്കണ്ട. അന്നത്തെ ദിവസം ഞാൻ അങ്ങനത്തെ അലക്കലോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും മാറ്റി വെക്കൂല കേട്ടോ. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മസാല ഉണ്ടാക്കിയത് നമ്മളെ ബിരിയാണി, അതായത് ദം ബിരിയാണി റെഡിയാക്കി രാത്രി വെക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ച് നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ, നിങ്ങൾ തലേ ദിവസം ഉണ്ടാക്കി വെക്കണ്ട. നിങ്ങളൊരു കാര്യം ചെയ്തോ, ഞാൻ എൻ്റെ ഓൾഡ് റമദാനിലല്ല, ഈദിൻ്റെ ഒരുക്കത്തിലുള്ള വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ സവാള, ഇപ്പം നമ്മൾ എല്ലാം കൂടെ കുക്കറിലിട്ടിട്ടാണല്ലോ ഇത് മസാല റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുക്കറിലിടാൻ പാകത്തിന് സവാള കട്ട് ചെയ്തിട്ടൊരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുക. എല്ലാം ഒന്നിച്ചിട്ട് വെച്ചാലും മതി കേട്ടോ. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ നമ്മളതിൽ പറഞ്ഞിട്ടില്ലേ, അതിന് കണക്കാക്കിയിട്ട് ക്രഷ് ചെയ്തിട്ട് അതൊക്കെ ബോക്സിൽ കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. എല്ലാം ഇട്ടിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് രാവിലെ എണീറ്റ് അത് അങ്ങനെ ഈ കുക്കറിലേക്ക് ഇടാനേ ഉണ്ടാവുള്ളൂ. അങ്ങനെ റെഡിയാക്കിയിട്ട് വെക്കുക. ചിക്കനും എല്ലാം റെഡിയാക്കിയിട്ട് വെക്കുക. പിറ്റേ ദിവസം അതെടുക്കുന്ന ചിക്കൻ നിങ്ങൾ ഫ്രീസറിലാണെങ്കിൽ കഴുകി ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയായിട്ടുണ്ടാവുമല്ലോ, അതെടുത്തിട്ട് പുറത്തേക്ക് വെച്ച് കൊടുക്കുക രാത്രി നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ. എന്നാൽ രാവിലെ കറക്റ്റായിട്ട് ഐസ് വിട്ടിട്ടുണ്ടാവും കേട്ടോ. ഒരുപാട് ടൈമായിട്ട് സ്മെല്ലും വരില്ല. ആ ഒരു ഫ്രീസ് ചെയ്ത സംഭവങ്ങൾ ഇങ്ങനെ വിട്ടിട്ടുണ്ടാവും. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ കഴുകി നിങ്ങൾ കുക്കറിലിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലടിച്ചാൽ നിങ്ങൾ ചിക്കൻ റെഡി, അപ്പുറത്ത് മസാലയും റെഡി. പിന്നെ ഇത് മിക്സിങ്ങിൻ്റെ കാര്യമില്ലുള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ രാത്രിയിലേ ചെയ്ത് വെക്കേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പിന്നെ റൈസൊക്കെ ഒന്ന് എടുത്ത് വെക്കുക. അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈസും ഒരു വിസിലടിച്ചാൽ വേഗം നിങ്ങൾ എണീറ്റിട്ട് ഈ കുക്കറിൽ രണ്ടും വേവിക്കാൻ വേണ്ടി വെക്കുക. വേവിക്കൽ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് റൈസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. റൈസ് വിസിലടിച്ച് റെഡി ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ രണ്ട് ഐറ്റവും വെന്ത് വന്നിട്ടുണ്ടാകും മസാലേൻ്റെ. അത് പാനിലേക്ക് ഇട്ടൊന്ന് മിക്സ് ആക്കിയാൽ നമ്മൾ മസാല റെഡി ആയില്ലേ. മസാല റെഡി ആകുമ്പോഴത്തേക്കും അപ്പുറത്ത് ചോറ് എയർ പോയിട്ടുണ്ടാവും. അത് ഇതിലേക്ക് തട്ടിയാൽ നമ്മൾ ബിരിയാണി സെറ്റ്. കുറഞ്ഞ സമയം കൊണ്ട്, അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നിങ്ങൾ ഈ രീതിയിൽ ഒരുക്കി വെച്ചാൽ കേട്ടോ. അപ്പോൾ അത് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇത് വ്ളോഗിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഇപ്പം തന്നെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ അങ്ങനെ ചെയ്തു വെക്കുക കേട്ടോ. ആളുകളൊക്കെ ഉള്ളവരാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ചെയ്താൽ മതി. കാരണം അത് അത്രയും ഈസി പീസി ബിരിയാണിയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മന്തി കാര്യങ്ങൾ ഒക്കെ. അപ്പോൾ അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം ഒന്ന് ഒരുക്കി വെച്ചാൽ മതി. കാരണം നമ്മൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഗസ്റ്റ് വരും, നമ്മൾ നമസ്കാരം കാര്യങ്ങൾ എല്ലാം ഇല്ലേ, നമുക്ക് ഒരുങ്ങണം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ഒരുക്കം എന്തായാലും നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പർച്ചേസിങ്ങിന് വന്നതാണ് കേട്ടോ. ഇത് പർച്ചേസിങ് എന്ന് പറയാൻ പറ്റില്ല. കാര്യം നമുക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളുണ്ട്, ഇതിലേക്ക് വേണ്ട സാധനങ്ങളും രണ്ടും കൂടെ വാങ്ങണം കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം വന്നിട്ടുള്ളത് ക്യാമ്പിലേക്കാണ് കേട്ടോ, പോലീസ് ക്യാൻറ്റീനിലേക്കാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ സോപ്പ്, ഇങ്ങനെ കംഫർട്ട്, ലിക്വിഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങുക. അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോൾ വന്നിട്ടൊരു 3-4 മാസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേസ്റ്റ് അങ്ങനത്തെ ഒക്കെ തീർന്നു പോയി. സോപ്പൊക്കെ പുറത്തുനിന്ന് വാങ്ങാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടമാട്ടോ, നമുക്ക് ഇതിവിടെ ഉള്ളത് കൊണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എടുത്തത്. പിന്നെ ഒരു ചൂല് വേണമായിരുന്നു, അപ്പോൾ അതെടുത്തു. പിന്നെ ഒരു തുടക്കുന്ന മോപ്പ് നല്ലതൊന്ന് കണ്ടപ്പം അതും കൂടെ എടുത്തതാണ്. ഇതാണ് കേട്ടോ ഞാൻ എടുത്തത്. എന്താ പറയുക, അതിൻ്റെ ഇത് വന്നിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം കാണുന്നത് മാഡം മോപ്പ് എന്നാണ് കേട്ടോ. ഞാനത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം.
എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ പിന്നീട് വീഡിയോയിൽ കാണിക്കുന്നില്ല അതിനെക്കുറിച്ച്, അതാണ് ഞാൻ ഇപ്പം തന്നെ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ എടുത്തു. പിന്നെ അതാ നമ്മൾ നെസ്റ്റോലാട്ടോ വന്നിട്ടുള്ളത്. നെസ്റ്റോയിൽ വന്ന് ഇപ്പോൾ ഇതാ ഇത് കണ്ടോ, ശരിക്കും ആ ഒരു ഈദ് വൈബ് കിട്ടുന്നുണ്ട് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ കുറേ മൈലാഞ്ചി വെറൈറ്റി മൈലാഞ്ചി, പേർഷ്യൻ, അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടോ. ഓർഗാനിക് ഉണ്ട്, അല്ലാത്തതുണ്ട്, എല്ലാം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ. ശരിക്കും ഒരു ഈദ് വൈബിലേക്ക് വരുന്നുണ്ട് അവർ. പിന്നെ എല്ലാം എന്താ പറയുക, എല്ലാ ആഘോഷങ്ങളാണെങ്കിലും അതിലേക്കായിട്ടുള്ള, റമദാനാണെങ്കിൽ ഡേറ്റ്സ് കൊണ്ട്, പിന്നെ ക്രിസ്മസ് ആണെങ്കിൽ കേക്ക് കൊണ്ട്, അങ്ങനെ ഓണമാണെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊരു അട്രാക്ഷൻ കൊണ്ടുവരാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ തേടി നടക്കുന്നത് എനിക്കൊരു ഓറിയോ ബിസ്ക്കറ്റ് ഇല്ലേ, ആ ഒരു ടൈപ്പ് ബിസ്ക്കറ്റ് വേണം. നമ്മളൊരു സ്വീറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഈദ് സ്വീറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു ടൈപ്പ് ബിസ്ക്കറ്റ് വേണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ നോക്കി നടക്കലാണ്. ഓറിയോ കാണുന്നില്ല, ബാക്കിയെല്ലാം കാണുന്നുണ്ട് കേട്ടോ. കുറേ ക്വാണ്ടിറ്റി എനിക്ക് ആവശ്യമില്ല, നല്ല ചെറുതുമല്ല, ഒരു 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 10 ബിസ്ക്കറ്റ് ആ ഒരു ഐറ്റമൊക്കെ മതി. അങ്ങനെ തേടി നടന്ന് ഒടുവിലതാണ് ഞാൻ ഓറിയോ കണ്ടെത്തി കേട്ടോ. അപ്പോൾ ഇതുതന്നെയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈദ് വ്ളോഗിലുണ്ടാവുമേ. നല്ല ഈസി ആയിട്ടൊരു സ്വീറ്റ്. അപ്പോൾ അതിന് ശേഷം കുറച്ച് ഫ്രൂട്ട്സ്, കുറച്ച് വെജിറ്റബിൾസ് ഒന്നും ഒരുപാടില്ല, എന്നാലും കുറച്ച് തക്കാളി, സവാള, പച്ചമുളക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കട്ടെ. ക്യാരറ്റ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ലിസ്റ്റൊക്കെ എടുത്ത് എല്ലാം ഇപ്പോൾ ബിരിയാണിന്ന് എഴുതും. എന്നിട്ട് അതിലേക്ക് എന്തെല്ലാം വേണ്ടത്, എൻ്റെ അടുത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്നല്ല, എൻ്റെ അടുത്ത് എന്താ ഇല്ലാത്തതെന്ന് അതിൻ്റെ നേരെ നോട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റം ഉണ്ടാക്കുന്ന സാധനങ്ങൾ മിസ്സായിട്ട് പോകില്ല. ഇനിയിപ്പോൾ സ്വീറ്റ്, പായസമല്ല സ്വീറ്റ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്കുള്ളത്, പായസം ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്കുള്ളത്, അങ്ങനെ അതിൻ്റെ നേരെ എഴുതി പോയി കഴിഞ്ഞാലേ നമ്മളൊന്നും മിസ്സാകാതെ നമുക്ക് സാധനങ്ങൾ കിട്ടും. മീൻസ് ഇപ്പോൾ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് എന്താ വേണ്ടത്, നെയ്യ്, സവാള ഇടുന്നവരാണെങ്കിൽ അത്, കാഷ്യൂനട്ട് കിസ്മസ് ഇടുന്നവരാണെങ്കിൽ അത്, അങ്ങനെ റൈസ്, ഇത്ര കാര്യമാണല്ലോ അതിലേക്ക് വേണ്ടത്. ലെമൺ യൂസ് ചെയ്യുന്നത് അത്, അത്രയും എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് അതിൻ്റെ നേരെ എഴുതി വെക്കും. അപ്പോൾ നമുക്കൊന്നും മിസ്സായിട്ട് പോകില്ല. അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ സാധനം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ക്യാമ്പൊന്നും രണ്ടിടത്തുനിന്നും ആയിട്ടാണ് കേട്ടോ. പിന്നെ വെജിറ്റബിൾസും റൈസും പഞ്ചസാര അങ്ങനത്തെ എല്ലാം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇത് ഷോപ്പിങ്ങും അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ. നമ്മൾ സോപ്പും വിമ്മ് അങ്ങനത്തതൊക്കെ വാങ്ങുക ഒരു മാസത്തേക്കൊന്നും അല്ല കേട്ടോ. ഇത് കുറേ ഉണ്ടാവും. ഇത് തീരുമ്പോഴാണ് നമ്മൾ അടുത്തത് പോയി വാങ്ങുള്ളൂ. കാരണം എപ്പോഴും നമുക്ക് അങ്ങനെ പോയി വാങ്ങാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് പോകുമ്പോൾ ഒന്നിച്ച് വാങ്ങുകയാണ് ചെയ്യുക. ഈ ഒരു സ്ക്രബ്ബറില്ലേ, അതാണ് കേട്ടോ ഞാൻ ഡിഷ് വാഷ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യൽ. ആ ഒരു സ്ക്രബ്ബറാണ്, അടിപൊളിയാണ് കേട്ടോ, നല്ലതാണ്. അതിങ്ങനെ തൊഴിഞ്ഞു വരില്ല, എന്നാൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു തടുക്കപ്പാൻ എന്നാട്ടോ ഇതിന് പറയുക. നമ്മളിങ്ങനെ വറവൊക്കെ ഇടൂലേ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു പാൻ, അതും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്യാമ്പിൽ പോയാൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്നും കൂടെ വാങ്ങണം കേട്ടോ. ഒരു കയ്യിലായാലും മതി, എന്നാലാണ് നമുക്കൊരു സന്തോഷം കിട്ടുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ വേണ്ട വാങ്ങരുത് എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ അത് കണ്ടപ്പോൾ വാങ്ങിയിട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു സമാധാനം, സന്തോഷമൊക്കെ കിട്ടി. പ്രസ്റ്റീജിൻ്റെ ആട്ടോ അത്. നിങ്ങൾ ചോദിക്കും, അതുകൊണ്ടാട്ടോ പറഞ്ഞത്. പ്രസ്റ്റീജാണ്. ഇപ്പം നമുക്കിപ്പോൾ ക്യാമ്പിൽ നിന്നാണ് കിട്ടിയത്, നല്ലൊരു ഓഫറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 600 സംതിങ് കേട്ടോ റേറ്റ് വരുന്നത്. ഇപ്പോൾ പുറത്തു പ്രസ്റ്റീജ് ആയതുകൊണ്ട് പുറത്തും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ബ്രാൻഡ് നെയിം പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും ഇതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തെന്നെയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മളെ പുഡിംഗ് റെസിപ്പി, മന്തി സ്പെഷ്യൽ മന്തിയാണ് കേട്ടോ. കുറേ പേര് കാണാത്തവരുണ്ട്, അതൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ. ഇനിയിപ്പം നമ്മൾ ഈദ് വീഡിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇനി കാണുക. പിന്നെ അഡ്വാൻസ് ഈദ് മുബാറക്കൊന്നും പറയാൻ പാടില്ലാത്തത് കൊണ്ട് നമ്മൾ അത് പറയുന്നില്ല. അപ്പോൾ ഈദ് വീഡിയോയും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.